വില്ലേജ് കാഴ്ചകളിലേക്ക് സ്വാഗതം. ഒരു കോളനി വിഭജനം കഴിഞ്ഞ് പിടിച്ചു വെച്ച ഈച്ചകളെ നമ്മൾ തുറന്നുവിടാൻ പോവുകയാണ്. അപ്പോൾ ഈ കോളനി വിഭജനവും ഗണിക്കൂട് സ്ഥാപിക്കലൊക്കെ ആയിരുന്നു. അത് എങ്ങനെ നമ്മൾ ചെയ്തു എന്ന് കാണാം. ഖമോൺ ഫ്രണ്ട്സ്, നമ്മൾ കോൺഗ്രസ് നേതാവും മുൻ സർവീസ് ബാങ്ക് വൈസ് പ്രസിഡൻറ്റുമായിട്ടുള്ള ഫസലാക്കാൻ്റെ വീട്ടിലാണ്. ഇവിടെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു സെറ്റ് കോളനി ചെയ്തിരുന്നു. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം അത് വിഭജിച്ചിട്ടില്ല. എൻ്റെ അസുഖം കാരണങ്ങളാണ് ഒക്കെ എനിക്ക് വരാൻ പറ്റിയില്ല. അപ്പോൾ ഇപ്രാവശ്യം നമ്മളത് വിഭജിക്കുകയാണ്. തേനും കുറച്ചെടുക്കും, ഫുള്ള് എടുക്കില്ല. കുറച്ച് തേനെടുത്തിട്ട് പിന്നെ മാർച്ചിലാവുമ്പോൾ ഫുള്ളായിട്ട് തേനുണ്ടാവും. മാർച്ചിൽ നമുക്ക് അവർ ഫുള്ളായിട്ട് തേൻ എടുത്തു കൊടുക്കുക. അപ്പോൾ വിഭജനവും കുറച്ച് തേനുകളോടൊപ്പം മാത്രമാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ശക്തരായ ഈച്ചകളെ ഈ ബോട്ടിൽ പിടിച്ചേക്കാം. അപ്പോൾ ഈച്ചകളൊക്കെ നമ്മൾ ഇതിൽ പിടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഈ ഭാഗം നമുക്ക് ചെറിയ കഷ്ണമെടുത്ത് കെട്ടി ഇവിടെ കീപ്പ് ചെയ്യാം. ഇത് തണുപ്പത്ത് കീപ്പ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മളെ പുതിയ മോഡൽ പെട്ടി, ഇത് പിന്നെ 3 ലെയറായിട്ടുള്ളത് പരീക്ഷിച്ച് നോക്കിയതാണ്. അതിൽ എൻ്റെ വീട്ടിൽ പരീക്ഷിച്ചതൊക്കെ പരാജയമായിരുന്നു. ഇതിപ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കാം. അതായത് മുകളിലത്തെ അറയിൽ ജൈനീച്ച കയറി വന്ന് അവിടെ ഒരു കോളനി ആക്കിയിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ പരീക്ഷിക്കുന്നത്. അപ്പോൾ തുറന്നു നോക്കിയാലേ അറിയുള്ളൂ വിജയിച്ചോ പരാജയപ്പെട്ടോ എന്നുള്ളത്. മുകളിലത്തെ അറയിൽ നല്ല ശക്തമായ കോളനി ഉണ്ട്, തേനുണ്ട്, മുട്ടകളുണ്ട്. റാണിയെ കാണുന്നുണ്ടോയെന്നോ ആദ്യം തന്നെ ശ്രദ്ധിക്കണം. എപ്പോഴും വിഭജിക്കുമ്പോൾ റാണിയെ ആദ്യം എവിടെയെങ്കിലും പിടിച്ചു വെച്ചാൽ നമുക്ക് ധൈര്യമായിട്ട് തേനെടുക്കുക, മുട്ടകൾ വിഭജിക്കുക. മറ്റത് അതൊക്കെ ചെയ്യണ സമയത്ത് റാണി തിക്കിലും തിരക്കിലും പെട്ട് അല്ലെങ്കിൽ തേനിലൂടെ അരിച്ച് അല്ലെങ്കിൽ നമ്മൾ തേനെടുക്കുമ്പോൾ തേന് പൊട്ടി വലിച്ച് അതിൻ്റെ മേലൊക്കെ ആയിട്ട് റാണി നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ റാണിയെ കണ്ടുപിടിച്ച് ആദ്യം റാണിയെ സേഫായ സ്ഥലത്തേക്ക് മാറ്റിയിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സധൈര്യം മുന്നോട്ട് പോകാം. നമ്മൾ ഇതിലും മുകൾ ഭാഗത്തൊന്നും ഇതുവരെ തിരഞ്ഞിട്ട് റാണിയെ കണ്ടിട്ടില്ല. അപ്പോൾ നമുക്ക് അടുത്ത ലെയർ ഒന്ന് ഓപ്പൺ ആക്കിയേക്കാം. പതുക്കെ ചെയ്യണം, കാരണം ഭിത്തിയോട് ഒട്ടിച്ചിട്ടായിരിക്കും തേനും പൂമ്പടി മുട്ടകളൊക്കെ ഒരു ഫിറ്റ് ചെയ്തിട്ടുണ്ട്. പൊട്ടി വലിക്കാതിരിക്കാൻ പരമാവധി പതുക്കെ ചെയ്യാം. അപ്പോൾ ഈ 3ാമത്തെ ലെയർ ഇതിൽ സക്സസ് ആണ്. ഫസലാക്കാൻ്റെ അവിടെ വെച്ചതിൽ സക്സസ് ആണ്. ഞാൻ വീട്ടിൽ വെച്ചത് സക്സസ് അല്ല. അതങ്ങനെയാണ്, ചിലർക്ക് ജയിക്കും ചിലർക്ക് വിജയിക്കില്ല എന്നുള്ള പരസ്യവാചകം ഉണ്ടല്ലോ. എവിടെയും നമുക്ക് റാണിയൊന്നും കാണുന്നില്ല. എങ്കിലും ഒന്ന് തിരഞ്ഞു നോക്കണം, എന്നിട്ടേ ബാക്കി ഫോളോ അപ്പ് ചെയ്യാവൂ. അപ്പോൾ ഇപ്രാവശ്യം നമ്മളിത് വിഭജിക്കുന്നതോടൊപ്പം തന്നെ വിഭജിച്ച കോളനിയിൽ നമ്മൾ കെണിക്കൂടും കൂടി ഫിറ്റ് ചെയ്തത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കെണിക്കൂട് വിത്ത് വിഭജനം. അത് നമ്മൾ ഇത് വിഭജിച്ച ഉടനെ തന്നെ അതിൽ കെണിക്കൂട് വേറെ കുടിക്കയുമായിട്ട് കണക്ട് ചെയ്തിട്ട് കെണിക്കൂടും ഇതിൽ ഫിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങാം. അപ്പോൾ ഇത് നമ്മൾ മാതൃ കോളനി. ഇത് നമ്മൾ പഴയമാതിരി അടച്ച് കെട്ടിത്തൂക്കും. ഇവിടെ നമ്മൾ ഈ മാതൃ കോളനിയുടെ ഈ പ്രവേശന ദ്വാരത്തിൽ നിന്ന് ഒരു പൈപ്പ് ഈ ഒരിത്ര കഷ്ണത്തിൽ ആണ്, വല്ല നീളം കൂടരുത്, വല്ല കുറയും ചെയ്യരുത്, കാരണം ഇവിടുന്ന് ഇങ്ങോട്ട് എത്തണം. അങ്ങനെ ഒരു പൈപ്പ് കഷ്ണം നമ്മൾ ആദ്യം എടുത്തു. അപ്പോൾ അതിൽ ഈ മെഴുക് ഒക്കെ പെട്ടെന്ന് ആവാഹിച്ച് വരാൻ മെഴുകൊക്കെ ഫിറ്റ് ചെയ്യുക. ഇപ്പം നമ്മൾ പൈപ്പുകളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. വിഭജനം നടത്തിയതിന് ശേഷം പുതിയ കോളനി ആയതിനു ശേഷമാണ് നമ്മൾ കെണിക്കൂടിൻ്റെ സാധനങ്ങൾ ഫിറ്റ് ചെയ്യേണ്ടത്. സേഫായി മാറ്റി വെക്കാൻ പറ്റിയിട്ടില്ല. ഒരു പക്ഷേ മുട്ട
മാറ്റുന്നതോടുകൂടി ഇതിലിപ്പോൾ പഴയതും പുതിയ ഈ മഞ്ഞ നിറത്തിൽ കാണുന്നത് പുതിയത്, പഴയ ഈ കാപ്പി കളറിൽ കാണുന്നത് ചോക്ലേറ്റ് രൂപത്തിൽ കാണുന്നത് പുതിയ മുട്ടയാണ്. അപ്പോൾ അത് മൊത്തത്തിൽ തന്നെ എടുക്കാം. ഇങ്ങനെ എടുക്കുമ്പോഴും റാണി ഇതിൻ്റെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിൽ പുതിയ മുട്ടകളുമുണ്ട് പഴയ മുട്ടകളുമുണ്ട്. അപ്പോൾ ഒന്നിച്ച് ഇങ്ങോട്ട് വെക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ റാണി ഇല്ലെങ്കിലും റാണി മുട്ട ഇതിലുണ്ട്. ഒന്ന് സൂം ചെയ്തൊക്കെ ഉണ്ടാവും. ഒരു റാണി മുട്ട ഇരിക്കുന്നത് കേട്ടോ സെൻറ്ററിൽ, ശ്രദ്ധിച്ചാലും അറിയാം. അപ്പോൾ അത് റാണി മുട്ടയോടുകൂടി ഇതിൽ വെക്കുന്നുണ്ട്. ഇനി അഥവാ അതിൽ റാണി ഇല്ലെങ്കിലും റാണി മുട്ട വിരിഞ്ഞ് ഇത് വിജയിക്കും. ഇപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് തേൻ എടുക്കുന്നുണ്ട്, ഫുള്ള് എടുക്കുന്നില്ല. മാർച്ചിലാണ് ഫുള്ള് നമ്മൾ എടുക്കുക. അപ്പോൾ അവർക്ക് കുറച്ച് തേന് അത്യാവശ്യം മാർച്ച് വരെ ഉപയോഗിക്കാനുള്ളത് നമ്മൾ എടുത്തു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് പൂമ്പടിയും കുറച്ച് തേനും ഈ പുതിയ മുട്ട വെച്ച കോളനിയിലേക്ക് വിഭജിച്ച കോളനിയിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഈ മാതൃ കോളനിയിലെ മുട്ടകൾ അവിടെ നിലനിർത്തുന്നുണ്ട്. ഇതിലേക്ക് ഒന്ന് വിഭജിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലും നമുക്ക് എന്ത് ചെയ്യുക, കണിക്കൂടും വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ മാതൃ കോളനി പഴയ പോലെ അടച്ച് വെക്കുക. ഇതിൻ്റെ എൻഡ് ബോക്സ് വെക്കുക. അടുത്തത് തേർഡ് ബോക്സ് വെക്കുക. പിന്നെ എൻഡ് ബോക്സ്. ഓക്കെ. അപ്പോൾ നമ്മൾ മുമ്പ് കാണിച്ചതുപോലെ തന്നെ കണിക്കൂടിനുള്ള OHP ഷീറ്റും കാര്യങ്ങളൊക്കെ വെക്കാം. അതിൻ്റെ മേലെ ഒരു ട്രാൻസ്പെറൻ്റ് അല്ലാത്ത ഒരു തുണി വെക്കാം. ഇത് കൂട്ടിയിട്ട് നല്ലോണം മുറുക്കി കെട്ടുക. ഇപ്പം നമ്മളെ മാതൃ കോളനി ഇതായിരുന്നു. ഇതെടുത്തിട്ട് നമ്മൾ കോളനി വിഭജിച്ചു. മാതൃ കോളനിയിൽ മുട്ടകളുണ്ട്, പഴയ മുട്ടയും പുതിയ മുട്ട ഉണ്ട്. അതുപോലെ തന്നെ ഇതിലേക്ക് ഒന്ന് വിഭജിച്ച് വെച്ചിട്ടുണ്ട്. ഇത് മാതൃ കോളനി ആക്കിക്കൊണ്ട് ഒരു കണിക്കൂട് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്, OHP ഷീറ്റ്. അപ്പോൾ ഇത് വിജയിക്കുകയാണെന്നുണ്ടെങ്കിൽ, വിഭജിച്ചതും വിജയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസലകാർക്ക് പഴയ കോളനി ഒന്നും വിഭജിച്ചതൊന്നും മാതൃ കോളനി വിജയിച്ചാൽ അതൊന്നും 3 കോളനി ഒറ്റയടിക്ക് നമ്മൾ ഇൻഷാ അല്ലാഹ് വിജയിപ്പിച്ച് കൊടുക്കും. ഇതാണ് നമ്മളെ മെത്തേഡ്. അപ്പോൾ നമ്മൾ ആദ്യം പിടിച്ചു വെച്ച ശക്തരായ ഈച്ചകളെ ഇവിടെ തുറന്നിടാൻ പോവുകയാണ്.